നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. പുതുവത്സരാഘോഷം സുരക്ഷിതവും തടസ്സരഹിതവുമാക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി അധികൃതർ. പുതുവത്സരാഘോഷം പ്രയാസരഹിതമാക്കുന്നതിന് അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ദുബായിലെ അന്താരാഷ്ട്ര പ്രാദേശിക ഇവന്റുകൾ സുരക്ഷിതമാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. നഗരത്തിൽ ഡിസംബർ 31 ആഘോഷത്തിന് മുന്നോടിയായി വിവിധ റോഡുകൾ അടച്ചിടുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡൗൺ ടൗൺ അടക്കം നഗരത്തിലെ പ്രധാന ആഘോഷ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ നേരത്തെ തന്നെ പുറപ്പെടണമെന്നും പൊതുഗതാഗതം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഗൈഥി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വലിയ ബാഗുകൾ അടക്കമുള്ളവ കയ്യിൽ സൂക്ഷിക്കാതിരുന്നാൽ സുരക്ഷാ പരിശോധനയിലെ സമയനഷ്ടം ഒഴിവാക്കാമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തവനൂർ മണ്ഡലം KMCC സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 20 സമ്മിറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ നൂർ മുഹമ്മദ് മെമ്മോറിയൽ ഇൻട്രാ-മണ്ഡലം ഫുട്ബോൾ മേള ഒറ്റഗൺ സീസൺ 2 സംഘടിപ്പിക്കും. മണ്ഡലത്തിലെ 7 പഞ്ചായത്ത് ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. മേളയുടെ ബ്രോഷർ പ്രകാശനം മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് അസീസ് കാളിയാടൻ നിർവഹിച്ചു. UAE വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർമാർ പുതിയ അസോസിയേഷന് രൂപം നൽകി. ദുബായ് റാഷിദിയ പാർക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന PROമാരുടെ സംഗമത്തിലാണ് അജിലിറ്റി PRO എന്ന പേരിൽ അസോസിയേഷൻ രൂപീകരിച്ചത്. കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിനായി 3 വർഷമായി സജീവ ചർച്ചകൾ നടത്തിവരുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് മെമ്പർമാരായ PROമാരാണ് സംഗമത്തിൽ സംബന്ധിച്ചത്. OICC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. റിയാദ് മലസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ശരത് സ്വാമിനാഥന്റെ സാന്നിധ്യത്തിൽ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സൈഫ് കായംകുളം, എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് വിളയിൽ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സീതി ഹാജി ഡയാലിസിസ് സെന്ററിന്റെ എടവണ്ണ പഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ ഖത്തർ 2 ഡയാലിസിസ് യൂണിറ്റുകൾ നൽകി. എപ്പാക്കിന്റെ 10ാം വാർഷികം എടവണ്ണനീയം ചടങ്ങിൽ ഏറനാട് MLA PK ബഷീറിന് എപ്പാക് ഭാരവാഹികൾ കൈമാറി. എപ്പാക് പ്രസിഡന്റ് KT ഫൈസൽ ബാബു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സാബി ഖുസലാം സ്വാഗതം പറഞ്ഞു. PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.